ജില്ലാ കോടതി പാലത്തിലുള്ള ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി അടിപ്പാതയും ആകാശപാതയും ഉൾപ്പെടുത്തി 2 തട്ടുകളിലായി പാലം രൂപകൽപ്പന ചെയ്യണമെന്ന ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ ജി സുധാകരൻ അവர்களுടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഡിസൈൻ തയ്യാറാക്കിയിരിക്കുന്നത്. വകുപ്പിന്റെ കീഴിലുള്ള ബ്രിഡ്ജസ് ഡിസൈൻ യൂണിറ്റാണ് ഇതിന്റെ രൂപകൽപ്പന നിർവഹിച്ചിട്ടുള്ളത്. കേരള സർക്കാരിന്റെ പുതിയ കാലം പുതിയ നിർമ്മാണം എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് പൊതുമരാമത്ത് വകുപ്പ് ഈ പാലം നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ മണ്ഡലമായ അമ്പലപ്പുഴയെയും ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയായ ശ്രീ തോമസ് ഐസക്കിന്റെ മണ്ഡലമായ ആലപ്പുഴയെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം. നിലവിലുള്ള സ്ഥലം പരമാവധി പ്രയോജനപ്പെടുത്തി സ്ഥലം ഏറ്റെടുപ്പ് പരമാവധി കുറച്ചാണ് പാലത്തിന്റെ ഡിസൈൻ തയ്യാറാക്കിയിരിക്കുന്നത്. സ്ഥലം ഏറ്റെടുക്കേണ്ടതായി വരുമ്പോൾ ഒഴിപ്പിക്കേണ്ടി വരുന്ന കച്ചവട സ്ഥാപനങ്ങൾ പ്രൊജക്ടിൽ പ്രത്യേകം ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന കടകളിലേക്ക് മാറ്റി സ്ഥാപിക്കുവാൻ ആവശ്യമായ സൌകര്യങ്ങൾ ഡിസൈനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിഗ്നൽ സംവിധാനം ഒഴിവാക്കി റൌണ്ട് അബൌട്ട് സംവിധാനത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നതിനാൽ വാഹനങ്ങൾക്ക് സുഗമമായി വിവിധ ഭാഗങ്ങളിലേക്ക് പോകുവാൻ സാധിക്കുന്നതാണ്. ഈ പദ്ധതിയുടെ ഗുണഫലങ്ങൾ ഇങ്ങനെയാണ്. എറണാകുളം കൊല്ലം NH66 പാതയിൽ YMCA ജംഗ്ഷനിൽ നിന്നും വരുന്ന KSRTC ബസ്സുകൾക്കും മറ്റു വാഹനങ്ങൾക്കും അടിപ്പാത വഴി KSRTC ബസ് സ്റ്റാൻഡ്, പുന്നമട, ചങ്ങനാശ്ശേരി റോഡ്, കൊല്ലം എന്നിവിടങ്ങളിലേക്കും ആകാശപാത വഴി മുല്ലക്കൽ, വൈക്കം എന്നിവിടങ്ങളിലേക്കും എത്തുവാൻ സാധിക്കും. KSRTC ഭാഗത്തുനിന്നുള്ള വാഹനങ്ങൾക്ക് തിരിച്ച് ഇതേ വഴി YMCA ജംഗ്ഷൻ, മുല്ലക്കൽ, വൈക്കം, പുന്നമട എന്നിവിടങ്ങളിലേക്കും എത്തുവാൻ സാധിക്കും. എറണാകുളം, തിരുവനന്തപുരം എന്നീ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വിനോദസഞ്ചാരികൾക്ക് തിരക്കിൽപ്പെടാതെ യഥാക്രമം അടിപ്പാത വഴിയും ആകാശപാത വഴിയും പുന്നമട ഭാഗത്തേക്ക് കടന്നുപോകാവുന്നതാണ്. മുല്ലക്കൽ ഭാഗത്തുനിന്നും വരുന്ന വാഹനങ്ങൾക്ക് ആകാശപാത കയറി ഗതാഗതക്കുരുക്കിൽപ്പെടാതെ വൈക്കം, YMCA, പുന്നമട, KSRTC എന്നീ റോഡുകളിലേക്കും തിരികെ അവിടെ നിന്നും ഇതേ സ്ഥലത്തേക്കും വരുവാൻ സാധിക്കുന്നതാണ്. കാൽനട യാത്രക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടും വരാതെയാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. നഗരത്തിലെ പ്രധാന വ്യാപാര മേഖലയെയും ബോട്ട് ജെട്ടിയെയും പുനർനിർമ്മിച്ച് മനോഹരമാക്കുന്നതിലൂടെ വിനോദസഞ്ചാരത്തിനും അതിലൂടെയുള്ള വ്യാപാരത്തിനും ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. നിലവിലെ ഡിസൈൻ അനുസരിച്ചുള്ള പാലത്തിന് ഏകദേശം 98 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു. ഈ പദ്ധതി സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ പൊതുമരാമത്ത് വകുപ്പിന് ഒരു പൊൻതൂവൽ കൂടിയാകുമെന്ന കാര്യം അവിതർക്കിതമാണ്.